എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചൈനീസ് ഫുഡ് ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക ഹോട്ട് പോട്ട് എന്നാണ്. തീർച്ചയായും ലൈഫിൽ കഴിച്ചിരിക്കേണ്ട ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണിത്. ഇറച്ചിയും പച്ചക്കറികളും ഒക്കെ പച്ചക്കാണ് നമ്മുടെ മേശയിൽ നിർത്തുക, എന്നിട്ട് എല്ലാം നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കണം. ഈ ടേബിളിൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്ത ഐറ്റംസൊക്കെ ഈ റോബോട്ടാണ് നമ്മുടെ മേശയിലേക്ക് കൊണ്ടുവരുന്നത്. മേശയിൽ സെറ്റ് ചെയ്തേക്കുന്ന ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പിലാണ് എല്ലാം വേവിക്കുന്നത്. ഞങ്ങൾ 4 തരം സൂപ്പാണ് പറഞ്ഞത്. ഇത് പോക്കിൻ്റെ ഇൻറ്റസ്റ്റൈനാണ്. ഇത് പോക്ക് ബെല്ലിയും ബീഫുമാണ്. എല്ലാം പച്ചക്കാണ് കിട്ടുക. നമ്മൾ തന്നെ ഇഷ്ടമുള്ള സൂപ്പിലേക്ക് എടുത്തിട്ട് വേവിച്ച് കഴിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് ഉണ്ടാക്കി കഴിച്ച് വരുമ്പോഴേക്കും കുറേ സമയമെടുക്കുമല്ലോ എന്നായിരിക്കും നിങ്ങളിപ്പോൾ കരുതുന്നത്. പക്ഷെ വളരെ തിന്നായി കട്ട് ചെയ്തത് കാരണം ഇത് വേവാൻ വളരെ കുറച്ച് സമയം മതി കേട്ടോ. വെറും 10-30 സെക്കൻഡുകൾ മതി ഈ ഇറച്ചി വേവാൻ. സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. ഇവിടെ ഒരു കോണ്ടിമെൻറ്റ്സ് സെക്ഷൻ ഉണ്ട്. നമുക്കിഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് എടുത്ത് മിക്സ് ചെയ്ത് സോസ് ഉണ്ടാക്കാം. ഇതിൽ മുക്കി വേവിച്ച ഐറ്റംസ് ഒക്കെ എടുത്ത് അകത്താക്കാം. കൂടെ ഈ സൂപ്പും ഇഷ്ടം പോലെ എടുത്ത് കുടിക്കാം. ഇത് എത്ര വേണേലും റീഫിൽ ചെയ്ത് തരും. ഇവിടെ ഇഷ്ടം പോലെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ കാണുന്ന സുന്ദരൻ പീസ് ഒരു തവളയുടെ ലെഗ് പീസാണ്. ഇത് സോസിൽ മുക്കി അകത്താക്കി. അടിപൊളിയായിരുന്നു. പിന്നെ ഇത് പശുവിൻ്റെ വയറിൻ്റെ ഒരു ഭാഗമാണ്. നാട്ടിൽ കിട്ടുന്ന ബോട്ടി പോലെ ഒന്നുമല്ല, സൂപ്പറായിരുന്നു. ചൈനക്കാർ ഒരു ഭാഗവും വെറുതെ കളയില്ല എന്നാണ് തോന്നുന്നത്. ചങ്ക്, കരൾ, കിഡ്നി, തലച്ചോർ എന്ന് വേണ്ട നാക്കും ചെവിയും മൂക്കും എല്ലാം ഇവിടെ കിട്ടും. ഇവിടുത്തെ സർവീസ് അടിപൊളിയാണ് കേട്ടോ. നമുക്കിങ്ങനെ ഒരു ഐറ്റം ഗിഫ്റ്റായി തന്നു. ലവ് ഷേപ്പിലൊക്കെ അറേഞ്ച് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത പച്ചക്കറികൾ. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ കുറച്ച് വെറൈറ്റി പച്ചക്കറികൾ വാങ്ങിയിരുന്നു കേട്ടോ. മുളയുടെ തണ്ട്, താമരത്തണ്ട്, കൂണ്, ബ്ലാക്ക് ഫംഗസ് അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ കൂടുതലും ഇറച്ചിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. പിന്നെ ചൈനീസ് ഫുഡ് ആകുമ്പോൾ നൂഡിൽസ് കഴിക്കണമല്ലോ. ഹാൻഡ് മെയ്ഡ് നൂഡിൽസ് പറഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരൻ നമ്മുടെ ടേബിളിൽ നിന്ന് ഡാൻസൊക്കെ കളിച്ചുകൊണ്ട് മാവ് വലിച്ച് നൂഡിൽസ് ആക്കി തന്നു. കൊള്ളാം അല്ലേ? അതും ഈ സൂപ്പിൽ തന്നെ വേവിച്ച് കഴിക്കാം. ഹൈദിലാവോ എന്ന ഫേമസ് റെസ്റ്റോറൻറ്റ് ചെയിനാണിത്. ഒരുപാട് രാജ്യങ്ങളിൽ ഇവരുടെ ബ്രാഞ്ചസ് ഉണ്ട്. അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്യണം. വെറുതെ പോയി ഫുഡ് കഴിക്കുക എന്നതിലുപരി ഡൈനിങ് ഒരു ഫൺ ആക്ടിവിറ്റിയും മെമ്മറബിൾ എക്സ്പീരിയൻസ് ആക്കുകയാണിവർ. അതുകൊണ്ട് തന്നെ